രാവിലെ നല്ല മഴയൊക്കെയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം സൺഡേ ഞാൻ ഒരു വലിയ സന്തോഷം നിങ്ങളുമായിട്ട് പകർത്തുവാനായിട്ട് അല്ലെങ്കിൽ പങ്കുവയ്ക്കുവാനായിട്ട് വന്നത്. മഴയത്ത് ഞാൻ പുറത്ത് വെച്ച് വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പുറത്ത് വെച്ച് വീഡിയോ എടുക്കാൻ നിർവാഹമില്ല, നല്ല മഴയാണ്. അപ്പോൾ എൻ്റെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവർക്കും ഒട്ടുമിക്ക ആളുകൾക്കും പൈനാപ്പിൾ വളരെ ഇഷ്ടമാണ്. നമ്മൾ മിക്കവാറും ഭക്ഷണം ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്, പിന്നെ അല്ലാതെ നമ്മൾ എന്താ പറയുക, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാറുണ്ട്, കട്ട് ചെയ്ത് കഴിക്കാറുണ്ട്, ബിരിയാണികളിൽ ഇടാറുണ്ട്, പച്ചടി വെക്കാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് പൈനാപ്പിൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പം എനിക്ക് പൈനാപ്പിൾ വലിയ തോട്ടം അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെറിയ എനിക്ക് 5 പൈനാപ്പിൾ, നല്ല അടിപൊളി പൈനാപ്പിൾ ഉണ്ടായി. അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? വെറും പ്ലാസ്റ്റിക് കൂടില്ലേ, നമ്മൾ ഇച്ചിരി വലിയൊരു പ്ലാസ്റ്റിക് തുണിക്കടയിൽ നിന്ന് കിട്ടിയ കൂടാണ്. ഇവിടെ ഒരു കടയുടെ പേരെടുത്ത് പറയുന്നില്ല. ആ കടയിൽ നിന്ന് കിട്ടിയ കൂടിനകത്ത് ഞാൻ കുറച്ച് കരിയില ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് കട്ടയുള്ള വെറും സാധാരണ മണ്ണ്, ഇങ്ങനെ എന്താ പറയുക, സോർട്ട് ഔട്ട് ചെയ്ത മണ്ണല്ല, വെറും മണ്ണ് വാരി ഞാൻ ഇട്ട് നിറച്ച് നല്ല വെയിലുള്ള സ്ഥലത്ത് ഞാനിങ്ങനെ വെച്ചിരുന്നു. അത് വെച്ചിട്ട് കുറച്ച് പിന്നെ ഞാൻ പൈനാപ്പിൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ പൈനാപ്പിളിൻ്റെ ആ മുടിയോടുകൂടി, ഞങ്ങൾ മുടി നിന്നാണ് അതിൻ്റെ മുകളിൽ ആ ചെടി പോലെ ഭാഗം ഉണ്ടല്ലോ, അത് കിട്ടും. അത് ഞാൻ നട്ടുവെച്ചിട്ട് ഏകദേശം ഒരു 8-9 മാസത്തെ മിച്ചം കഴിഞ്ഞിട്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് നല്ല അടിപൊളി കണ്ടില്ലേ പൈനാപ്പിൾ കിട്ടി. കണ്ടോ, എന്തോട്ട് ഒടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. ഇതേണ്ട ഇവിടെ ഇത് തന്നെയല്ല, കണ്ടോ എൻ്റെ പൈനാപ്പിൾ. നിങ്ങൾക്ക് അതിശയം തോന്നില്ലേ, കൊതി തോന്നുന്നില്ലേ? തീർച്ചയായും നിങ്ങൾ കൊതിക്കണം. നമുക്ക് ഇത്രയും നല്ല പൈനാപ്പിൾ നമുക്ക് വെറും ചാക്കിനകത്ത് പ്ലാസ്റ്റിക് സഞ്ചിയിൽ നട്ടതാണ്. ഒരു വളവുമില്ല, ഒന്നുമില്ലാണ്ട് എനിക്കിങ്ങനെ ഈ സാധനമാണ് ഞാൻ ഒടിച്ചിട്ട് ഇതാണ് ഈ നട്ടത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ മേടിക്കുമ്പോഴേ ഇതനുസരിച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. ഞാൻ 3000 രൂപ ഒരു കടയിൽ നിന്ന് ഞാനൊരു പൈനാപ്പിൾ വാങ്ങിച്ചതാണ് ആദ്യം. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഇത് നട്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഐഡിയ തോന്നി. എന്നു വെച്ചാൽ പൈനാപ്പിൾ മുള്ളുള്ളതുകൊണ്ട് വൈഡ് സൈഡിലൊന്നും നമുക്ക് മുറ്റത്തൊന്നും നടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചാക്ക് എടുത്തിട്ട് അതിനകത്ത് മണ്ണ് നിറച്ചിട്ട് ഞാനത് 5 പൈനാപ്പിൾ വാങ്ങിച്ചിരുന്നു. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. എന്നിട്ട് അത് 5 മുടിയും ഇതിൻ്റെ 5 സാധനം ഞാനത് ഒടിച്ച് നട്ട് അത്യാവശ്യം ഞാൻ ഇച്ചിരി പിന്നെ എന്താ പറയുന്നത്, വീട്ടിലെ വേസ്റ്റ് അതൊക്കെ കിട്ടുമ്പോഴത്തേനും ഞാൻ ആ വെള്ളം ഒക്കെ കൊണ്ട് അതിനകത്ത് ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ ആ വേസ്റ്റൊക്കെ ഞാനകത്ത് കൊണ്ടിടുമായിരുന്നു. എനിക്ക് എന്നാ മണമെന്നറിയോ, ഒരു വിഷവും ഇല്ലാത്ത, ഒരു സംഗതി ഇല്ലാത്ത നല്ല അടിപൊളി പൈനാപ്പിളാണ് എനിക്ക് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയത്. ഇതൊരു പൈനാപ്പിൾ വിപ്ലവമാണ്. ഞാൻ ഇതിന് ഇഷ്ടം പോലെ പൈനാപ്പിൾ, യഥേഷ്ടം പൈനാപ്പിൾ ഉണ്ടാക്കി. എൻ്റെ വീട്ടിൽ എനിക്കിപ്പോൾ 3 ഒരുമിച്ച് പഴുത്തുന്നുള്ളതാണ്, ഒരുമിച്ചാണ് ഉണ്ടായത്. 2 ചെറുതാണ്. ഞാൻ പിന്നീട് ഞാൻ അതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പൈനാപ്പിൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഈ മുടി ഇത് കളയരുത്. വെറും കൂടുതൽ ഇച്ചിരി മണ്ണ് നട്ട് ഒന്ന് നോക്കുക. നമുക്ക് നല്ല പൈനാപ്പിൾ നമുക്ക് വീട്ടിൽ വിഷലിപ്തമായിട്ടുള്ള ഭയങ്കര മനോഹരമായിട്ട് നല്ല മധുരമൊക്കെയുള്ള, ഇന്ന് കട്ട് ചെയ്ത് കഴിച്ച മധുരം എന്ന് പറയാനായിട്ട് എനിക്ക് മണം കേൾക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പൊടിക്കൈകൾ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കണം, ഇങ്ങനെ ചെയ്ത് നോക്കണം. നമുക്ക് സ്വയം പര്യാപ്തമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വിഷരഹിതമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നൽകാനായിട്ട് ശ്രമിക്കാം. താങ്ക്